മഴയാണ്, ഭയങ്കര മഴയാണ് കേട്ടോ. ഇച്ചിരൊക്കെ നനഞ്ഞു. പിന്നെ ഒരുവിധം എത്തി. മോനിക്കുട്ടൻ ഇന്ന് 4:30 ട്യൂഷൻ. ഇന്ന് സ്കൂൾ അവധിയായിരുന്നെങ്കിൽ 4:30 ട്യൂഷനും പോയിട്ടുണ്ട്. ഇപ്പൊ പോയി വിളിച്ചോണ്ട് പോരാൻ നിർത്ത്. മഴ ഒരു ഇച്ചിരി തോർന്നിട്ട് പോയി വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചാട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നെയ്യ് വാങ്ങിച്ചു. ഇവിടെ ഒരു ടിൻ നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു. ദോശയ്ക്ക് മാവ് അരച്ചത് പ്രമാണിച്ച് അത് തീർന്നു. തന്നെ എടുത്തോണ്ട് പോയി. കുഞ്ഞതായിരുന്നു. നെയ്യ് ദോശ ഉണ്ടാക്കാൻ എടുത്തോണ്ട് പോകുന്നത് അമ്മമ്മയുടെ അടുത്ത് പോകുന്നത്. പിന്നെ മെഴുകുതിരിയും മേടിച്ചു. ഒരു പെർഫ്യൂം കുട്ടിക്കൂറായും മേടിച്ചു. ബ്രൂട്ടും മേടിച്ചു. അപ്പം ഇത്ര സാധനങ്ങളാണ് മേടിച്ചത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും കൂടെ മേടിച്ച്. പിന്നെ നാളെ നമുക്ക് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് പഴം മേടിച്ചു. ഇന്ന് ഞാൻ രാവിലെ മോനിക്കുട്ടനാണെങ്കിൽ പൊതിച്ചോറിന്റെ പൊതിയൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഇവിടെ നേരം പൊതിച്ചോറ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാതെ ഇനി കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ എങ്ങൊന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാം ഒരെണ്ണം വാങ്ങിച്ചിട്ട് വരാമെന്ന് ഓർത്തു. അതും കിട്ടിയില്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഞാൻ വൈകുന്നേരമാണ് പൊതിച്ചോറിന്റെ കാര്യം പറഞ്ഞത് ഓർത്തോ. എന്നാൽ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അതിന്റെ സമയം കഴിഞ്ഞു. പിന്നെ കിട്ടിയില്ല. അപ്പം ഞാൻ മഴ കാരണം എങ്ങോട്ടും കയറി മേടിക്കാനൊന്നും എനിക്ക് വയ്യായിരുന്നു. ഭയങ്കര ഇരുട്ടും ഭയങ്കര ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ഓടിക്കുന്ന പ്രയാസം ഓർത്ത് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് എങ്ങും കയറിയില്ല. ഇവിടെ വന്നിപ്പോ മോനിക്കുട്ടനെ പ്രതീക്ഷിച്ചിരിക്കും. അപ്പൊ എന്നിട്ട് വൈകിട്ട് പോകാൻ നേരത്തെ അമ്മയോട് പറഞ്ഞ് എന്നെ വിളിക്കുന്നു പറഞ്ഞ് വഴക്കുണ്ടാക്കി. ബർഗർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു വഴക്കിട്ടിട്ടാ പോയത്, നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ട. അപ്പൊ ഞാൻ ഇവിടെ വന്ന് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബൺ പൊറോട്ടയും ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിക്കാം എന്ന് വിചാരിച്ചു. എപ്പോ വരുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ആയാണ് ഓർഡർ കൊടുത്തിട്ട്. ഞാൻ വന്നപ്പോഴും ഓർഡർ കൊടുത്തു. മഴയായിട്ട് താമസിച്ചാലോ എന്ന് വിചാരിച്ച്. അപ്പൊ ഇന്ന് നമ്മൾക്ക് രാത്രിയിലത്തേക്ക് അതാണ്. അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് വയ്യാഞ്ഞോണ്ട് അമ്മ മടിച്ചു ഒരു ചോറ് വെക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ചോറ് വെക്കണ്ട അത് പറയുകയും ചെയ്തു. ഇമ്മിണി ചോറ് ഇരിപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനുള്ള ചോറുണ്ട് കേട്ടോ. ഞാന് അതുകൊണ്ട് ഇന്ന് അടുക്കളയില് പണികളൊന്നുമില്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന എന്നോട് ഒത്തിരി ഇഷ്ടവും സ്നേഹവും ഒക്കെ ആയിട്ട് വന്ന് സംസാരിച്ച ഒരു ലക്ഷ്മിയുണ്ട്. ലക്ഷ്മി ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ വന്ന് എന്നോട് മിണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ മോളിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീഡിയോസ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇന്ന് നമ്മള് നെസ്റ്റില് ലാർജ് സൈസ് ഫീഡിംഗ് നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫീഡിംഗ് നെറ്റിക്ക് എനിക്ക് കൂടുതലാണ്, പക്ഷെ അത് കിട്ടാൻ ഇത്തിരി പ്രയാസവുമാണ്. അതുകൊണ്ട് ഞാനത് വന്നപ്പോഴേ വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് 2 ദിവസം ആയി വന്നിട്ട്, പക്ഷെ ഇടാൻ പറ്റില്ല. ഇന്ന് അതിന്റെ ഒരു സൈസ് ലാർജ് ആയിട്ടുള്ള 2XL വന്നിട്ടുണ്ട്. അതും നമുക്ക് ഉടനെ തന്നെ വീഡിയോ ഇടാം. അപ്പൊ ആ ഓർഡർ കുറച്ച് വന്നിട്ടുണ്ട്. പാക്ക് ചെയ്തൊക്കെ വെക്കണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ജോലി. അപ്പൊ ഞാന് ഉണ്ണിക്കുട്ടിനെ വിളിച്ചിട്ട് വരട്ടെ. നേരത്തെ പോയി നേരത്തെ വിളിച്ചിട്ട് വരാം. പക്ഷെ മഴയാണ്. മഴ ഇച്ചിരി തോർന്നിട്ട് പോയി ഉണ്ണിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ പോകാമെന്നോർത്ത് മഴ കണ്ടോ, ഭയങ്കര മഴയാട്ടോ. എങ്ങനെ പോയി വിളിച്ചോണ്ട് വരും? ഇങ്ങനെ ഒന്ന് തോർന്നായിരുന്നെങ്കിൽ ഓടിപ്പോയി വിളിക്കായിരുന്നു. കുളിക്കാൻ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചാൽ അത് മിക്കവാറും തിളച്ച്. അപ്പോഴത്തേക്ക് പോയി വിളിക്കാമെന്നോർത്ത് മഴ കാരണം ഞാൻ ഇങ്ങനെ നിൽക്കുവാണിവിടെ. കുറെ നേരമൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മഴയൊക്കെ തോർന്നു. മഴയൊക്കെയോടാണ് ഞാൻ പോയത്. അപ്പം നനഞ്ഞ് പിന്നെ വന്ന് അങ്ങ് കുളിച്ചു. അമ്മമ്മയും വിളിച്ചോണ്ട് വരാൻ മോനിക്കുട്ടിനെ അവിടെ നിൽക്കുന്നു. അമ്മമ്മ പ്രാർത്ഥിക്കുവാണ്. ഞാൻ എളുപ്പം നീ പോരുന്നു. കാരണം ഞാൻ പറഞ്ഞു സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വന്നാലും ഫോണൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ അവർ വിളിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്തോണ്ട് ഞാൻ എളുപ്പം നീ പോരുന്നു. ഇവിടെ
ബൺ പൊറോട്ട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നോക്കട്ടെ ഇനി അതാണോ സാധാരണ പൊറോട്ടയാണ് എന്തോ നോക്കാം. ചൂട് പൊറോട്ടയാണ്. നമുക്ക് ഇതിങ്ങനെ തന്നെ വെച്ചേക്കാം. അതിന് വരുമ്പോൾ നമുക്ക് കഴിക്കാം. അതിന് ചൂട് പോയാൽ കൊള്ളത്തില്ല. ഇങ്ങനെ ഇരിക്കട്ടെ. ഈ അലുമിനിയം ഫോയിലാകുമ്പോൾ ചൂടോടെ ഇരുന്നോളും. പിന്നെ കുറച്ച് പേരെല്ലാം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജാലിക്കുട്ടിയും കുഞ്ഞുവിനെ മിസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വഴി പോരുമ്പോൾ അവിടെ ഇറങ്ങാതെ പോരുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വല്ലാത്ത മിസ്സിംഗ് ആണ്. പക്ഷെ നമ്മുടെ ഈ അന്തരീക്ഷവും ഈ മഴയും പിന്നെ ഈ കുറേ ദിവസങ്ങളായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടാണ് കുഞ്ഞുങ്ങളെ കാണാൻ അങ്ങോട്ട് ഇറങ്ങാത്തത്. ഞായറാഴ്ച മഴയായത് കാരണം അവരും ഇങ്ങോട്ട് വന്നില്ല, കാണാനൊന്നും പറ്റിയില്ല. പിന്നെ മോനിക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പം അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റാത്തത്. ഇടയ്ക്ക് നമുക്ക് ജാലിക്കുട്ടിയും കുഞ്ഞുവിനെയൊക്കെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ഈ സാധനം ഇതിൻ്റെ പേരെന്ത് മറന്നുപോയി, വാങ്ങിച്ചു വെക്കുന്ന കുറിക്കാൻ. ഇനിയിപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് ഇതെടുത്ത് മോനിക്കുട്ടനെ വിളിക്കാൻ അങ്ങോട്ട് പോയി. മഴയാണോ മഞ്ഞാണോ എനിക്കറിയത്തില്ല, റോഡ് കാണത്തില്ല. അതുപോലെ മഞ്ഞ് വീഴുമ്പോൾ എങ്ങനെ അവസ്ഥ, ആ അവസ്ഥയായിരുന്നു. കടലപ്പരിപ്പ് മറന്നുപോയായിരുന്നു. പിന്നെ നമുക്ക് ഇന്നിച്ചിട്ട് ചായയോ കാപ്പിയോ എല്ലാം ഇടാം അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ കാപ്പി കുടിക്കണമെന്ന് തോന്നുന്നു, എന്തോ അതറിയത്തില്ല. പിന്നെ എന്താണ്, പിന്നെ എൻ്റെ പ്രേമനോട് പറയാൻ ഒരു കാര്യമുണ്ട്. നാളെ, അതായത് ഇന്ന് ഇത് 2-ാം തീയതിയാണ്, ഡിസംബർ 3-ന് എൻ്റെ പപ്പയുടെ ഓർമ്മയാണ്. അപ്പം എല്ലാ വർഷവും സെമിത്തേരിയിൽ പോകാറുണ്ട്. തിരിയൊക്കെ കത്തിച്ച് പപ്പയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോരും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും പോകുന്ന 2 ദിവസങ്ങൾ, ഒന്ന് പപ്പയുടെ ഓർമ്മ ദിവസവും പിന്നെ ദുഃഖ ശനിയാഴ്ച അന്ന് രാവിലെ അവിടെ ധൂപപ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. ഈ 2 ദിവസങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പോകും. പിന്നെ ഇടയ്ക്ക് എപ്പോഴാണ് പോകുന്നതെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അന്നേരമൊക്കെ പോകാറുണ്ട്. പിന്നെ നാളെ അപ്പോൾ രാവിലെ സെമിത്തേരിയിൽ പോകണം, തിരികത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹത്തിലിരിക്കുകയാണ്. ഈ മഴ എങ്ങനെയാണ് അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മോനിക്കുട്ടനെയും അമ്മമ്മയും കൊണ്ടുപോകണം. ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അതൊക്കെ സെറ്റാകുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ സെമിത്തേരിയിൽ ഒന്ന് പോയി തിരിയൊക്കെ കത്തിച്ച് പപ്പയോടൊന്ന് മിണ്ടിയിട്ടൊക്കെ പോരാം എന്ന് വിചാരിച്ചാണ്. മഴ അനുവദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. മഴയ്ക്കൂടെ ഇവരെ 2 കൂടെ പോയാൽ നാളെ ഇനി മോനിക്കുട്ടന് സ്കൂളുണ്ടോയെന്ന് അറിയത്തില്ല. സ്കൂളുണ്ടെങ്കിൽ അവർ 2 കൂടെ തിരിച്ചു വന്നിട്ട് മോനിക്കുട്ടനെ സ്കൂളിൽ വിടണം. ഞാനങ്ങ് ജോലിക്ക് അങ്ങ് കയറാം എന്ന് വിചാരിച്ചൊക്കെയാണ്. നോക്കാം. 98-ലാണ് പപ്പ മരിക്കുന്നത്. അപ്പം എനിക്ക് ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാം ഫീസ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ അന്ന് രാത്രി പപ്പ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചില്ലറ പൈസയൊക്കെ ആണല്ലോ അന്നത്തേക്ക് എക്സാം ഫീസൊക്കെ, എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള പൈസ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അത് വാങ്ങിച്ച് കൊണ്ടുവച്ചു. പപ്പയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. പപ്പയുടെ ഒരു കട്ടിലുണ്ട്, അപ്പച്ചനൊക്കെ കിടന്ന ഒരു സൈസ് കട്ടിലാണ്, പ്ലാസ്റ്റിക് വരിഞ്ഞൊരു കട്ടിൽ. അതിൻ്റെ ഒരു സൈഡിൽ ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ കൈ വരത്തില്ലേ, അതുപോലത്തെ കട്ടിലായിരുന്നു. പപ്പയുടെ കട്ടിലാണത്. പപ്പ ഏതായാലും ഇരുന്നു, കുറച്ച് നേരം കിടന്നു. പിന്നെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു, ബാത്റൂമിൽ പോയി. പിന്നെ വന്ന് വയ്യ. അപ്പോൾ ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, സർജറിയൊക്കെ ചെയ്തതാണ്. അപ്പം അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പപ്പായ്ക്ക് അസുഖമുണ്ട് എന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ അന്നൊക്കെ നമ്മൾ കൊച്ചു പിള്ളേരല്ലേ, എന്താണ് പപ്പായ്ക്ക് വയ്യാഴികയെന്നൊന്നും നമുക്കറിയത്തില്ല. പപ്പായ്ക്ക് ഓപ്പറേഷൻ ചെയ്തതാണെന്ന് മാത്രമേ അറിയൂ. ഇവിടെ ഇങ്ങനെ ഒരു നീണ്ട പാടുണ്ട്, അത്രേ ഞങ്ങൾക്ക് അന്നും ഇന്നും അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്ത്, ഡ്രസ്സ് മാറുന്ന സമയത്തൊക്കെ എൻ്റെ ഈ RCCയിലെ സർജറി കഴിഞ്ഞ ആ ഒരു പാടും പപ്പയുടെ ആ നെഞ്ചത്തെ ഒരു നീളൻ മാർക്ക് ഒന്നുപോലെയാണ്. ഞാൻ ഓർക്കാറുണ്ട്.
ആ ഒരു അവസ്ഥയിലും രാവും പകലും ഇല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് എന്താ പറയുന്നത്, ജോലിയൊന്നും ഇല്ലാതൊക്കെ വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് അന്ന് തയ്യലൊക്കെയാണ് ജോലി. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വളർത്തിയത്. പക്ഷെ ജോലിക്ക് പോകുമെന്നുള്ളത് അതിരാവിലെ പപ്പ എഴുന്നേറ്റ് 4 മണിക്ക് വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് ടൗണിലോട്ട്, അങ്ങോട്ട് നടന്നാ പോകുന്നത്. തിരിച്ചും രാത്രി ജോലി കഴിഞ്ഞ് നടന്നാ വരുന്നത്. ഹോട്ടൽ ജോലിയായിരുന്നു. അപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ എൻ്റെ പപ്പ മരിക്കുമ്പോൾ പപ്പായ്ക്ക് 43 വയസ്സാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രായത്തിലോട്ടൊക്കെ അടുത്ത സമയത്ത് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ അലട്ടുമ്പോഴാണ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ എത്രമാത്രം വേദനകൾ അനുഭവിച്ചു. അവർ ഇതുപോലുള്ള ഒരുപാട് വേദനകളിലൂടെയാണല്ലോ നമ്മളെ വളർത്തിയതെന്നൊക്കെ ഓർക്കുന്നത്. പപ്പയുടെ ഓർമ്മ എടുക്കുമ്പം ഞാൻ ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് നാളായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വേദന എനിക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അത്രയും ഒരു വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരാളാണല്ലോ. രാവും പകലും ഇല്ലാതെ മഴയും വെയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിരാവിലെ ഞങ്ങളൊക്കെ ആ സമയമൊന്നും കാണാറ് പോലുമില്ല. അതിരാവിലെ എഴുന്നേറ്റ് നടന്നു പോവും, വൈകിട്ടൊരു നേരത്ത് കയറി വരും. എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ കഷ്ടപ്പാട് ഒരിക്കലെങ്കിലും ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എൻ്റെ ഓർമ്മയിൽ പപ്പ ഒരിക്കൽ പോലും ഒരാളോട് പരാതി പറയുന്നതോ ദേഷ്യപ്പെടുന്നതോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പലരും എൻ്റെ നെസ്റ്റിലെ നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുന്നവരും വന്ന് കാണുന്നവരും പരിചയപ്പെടുന്നവരും ഒക്കെ വളരെ കുറച്ച് പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്നിൽ ഒരിഷ്ടം തോന്നാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അതെൻ്റെ പപ്പയിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ എനിക്കുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. പിന്നെ പപ്പയെ പറ്റി എനിക്കുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ശാന്തനായ ഒരു വ്യക്തി. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ പപ്പയുടെ മൂത്ത പെങ്ങളും. അവരെ രണ്ടുപേരെയും എനിക്ക് അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എത്ര വിഷമമുണ്ടെങ്കിലും ചിരിയില്ലാത്ത ഒരു മുഖത്തോടെ അവരെ ഞാൻ കണ്ടിട്ടേ. എത്ര വിഷമമുണ്ടെങ്കിലും മാമിയും പപ്പയും എൻ്റെ ഓർമ്മയിൽ എല്ലാം ചിരിയുള്ള മുഖങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു ദേഷ്യപ്പെട്ടോ ആരെങ്കിലും ശാസിക്കുന്നതോ വഴക്ക് പറയുന്നതായിട്ടുള്ള ഒരു മുഖം അവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ എന്തുവാ, അമ്മ ദേഷ്യപ്പെടുക, വഴക്ക് പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യായിരുന്നു ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ അല്ലാത്തൊരു ഭാവം പപ്പയ്ക്ക് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ആങ്ങളെയും അതേപോലെയൊക്കെ ആ രീതികളൊക്കെ ആയിരുന്നു. പിന്നെ ചില ജീവിതാനുഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും രീതികളൊക്കെ മാറി, ഒത്തിരി വ്യത്യാസപ്പെട്ടു പോയി. എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ അനുഭവങ്ങളായിരിക്കാം. മോനും കൂടി വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വിശക്കുന്നു. വിളിച്ചപ്പോ വരുവാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇച്ചിരി കാപ്പി ഇടാൻ പോവാണ്. പതിവില്ലാത്തൊരു ആഗ്രഹമാണ് രാത്രിയിലെ കാപ്പി കുടിക്കണമെന്നുള്ളത്. 7:45. വീഡിയോക്കകത്ത് മാത്രമേ ഞാൻ ബൺ പൊറോട്ട കണ്ടിട്ടുള്ളൂ. ഞാനൊന്ന് നോക്കാം എന്താണ് ബൺ പൊറോട്ട, ബണ്ണ് പോലാണ് ഇരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പിന്നെ എപ്പോഴേ തന്നു, നീ വിശക്കുവാ? ഇപ്പോഴേ കൊണ്ടുവന്നു. ഇങ്ങോട്ട് ഇതാണ് ബൺ പൊറോട്ട. ഉമ്മമ്മയ്ക്കൂടെ കൊട്രാ. കറി ഉണ്ടോ ഇരിക്കും? നമ്മുടെ സ്പൂണും ഉണ്ടാവും. പാത്രം എന്റെ മാത്രം ശേഷം ഇതേണ്ട നമ്മുടെ ബൺ പൊറോട്ട. ബണ്ണിന്റെ അത്രേ ഉള്ളൂ,
വേറെ എന്തുവാണ് നമ്മൾ ഇനി കഴിച്ചാല് മേടിച്ചത് ഉണ്ടാക്കി കൈ കാലം എടുക്കാൻ പറ്റും അങ്ങനെ അതിനകത്ത് തന്നെ വെച്ചേക്കുവാ. ഒരു ദിവസം ഞാൻ കട്ടി കഴിച്ചിട്ടുള്ളത് ഞാൻ വാങ്ങിയില്ല എടുത്തില്ല ഞാൻ മുറിച്ചിട്ട് പതിവില്ലാത്ത അത്താഴം റെഡി. പൊറോട്ടയും ചിക്കൻ. അങ്ങോട്ടില്ല ലൈറ്റ് നിർത്തിയേര്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പറാണോ? നമ്മുടെ 1 2 പൊറോട്ട കുട്ടന്മാരങ്ങോട്ട് ഇരിക്കട്ടെ. പൊറോട്ടയും ബീഫും. നമുക്ക് ചായയും കൂടെ. ചായ അല്ല, കാപ്പി. അമ്മമ്മയ്ക്ക് കാപ്പി വേണ്ട, എനിക്കും മോനുകുട്ടനും മതി. അപ്പോൾ കഴിച്ചാലോ? എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക്സ് പറയുന്നു. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.